എനിക്ക് നിങ്ങളിപ്പോ പറഞ്ഞെന്താന്ന് മനസ്സിലായിട്ടില്ല. നിങ്ങള് വേറെ ഏതൊരു നിരീശ്വരവാദിയുടെ കാര്യമൊക്കെ പറയാനുണ്ട്. നിരീശ്വരവാദികളുള്ള ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾ ഏതാന്ന് മനസ്സിലാക്കാൻ എളുപ്പം കഴിയും. ഒരു നിരീശ്വരവാദിയെ ആണ് സംസാരിക്കുന്നതെന്ന് ആർക്കും പെട്ടെന്ന് മനസ്സിലാവും. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഓനെ മനസ്സിലാക്കണമെങ്കിൽ ഓനിക്ക് പറഞ്ഞു കിട്ടണം. അപ്പോൾ അവൻ്റെ ആദർശത്തിൽ നിന്ന് ഓനെ മനസ്സിലാക്കാൻ കഴിയും, ഇത് ഇന്നയാളാണ്. നിങ്ങൾ പറയുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ നിങ്ങൾ ആരാണെന്ന്. ഒന്നാമത്തെ എന്റെ പൊന്ന് കല്ലേരി, നിങ്ങളുടെ പല ഗ്രൂപ്പിലും നിങ്ങളുടെ അടുത്ത് എന്ത് പറഞ്ഞാലും നിങ്ങൾ കുറെ ഊഹം വെച്ചിട്ട് അങ്ങോട്ട് ആദ്യം പറയും ഈ നിരീശ്വരവാദി, മറ്റേ നിരീശ്വരവാദി. ഞാൻ ഊഹം വെച്ച് പറയുന്നതാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ശരി, ഞാൻ ഊഹം വെച്ച് പറയുന്നതല്ല എന്ന് നിങ്ങളെ കൊണ്ട് തന്നെ ഇപ്പോൾ പറയിപ്പിച്ചു തരാം, ഈ നിമിഷം. അടുത്ത കേട്ടോ. നിങ്ങൾ എന്തുകൊണ്ട് മുസാഫായിട്ട് കൊണ്ടുനടക്കണം? എന്തുട്ടാ ഇത് അള്ളാഹ് ഇറക്കിയതാണെന്ന് എവിടെ തെളിവ്? പോരെ? ഇനി നിങ്ങൾ നിരീശ്വരവാദിയാന്ന് ഞാൻ പറഞ്ഞതിൽ കുറ്റമുണ്ടോ, തെറ്റുണ്ടോ? ഇതാണ് ഒരു നിരീശ്വരവാദിയാണ് ഇങ്ങനെ പറയാ. ഖുർആൻ അള്ളാഹു ഇറക്കിയതാണ് എന്നതിന് എന്താ തെളിവ് എന്ന് ചോദിക്കുവാരാണ്? നിരീശ്വരവാദിയാണ് അല്ലേ? വിശ്വാസിയായി ചോദിക്കുക? ഒരിക്കലും ചോദിക്കില്ല. വിശ്വാസി എന്ന് പറഞ്ഞാൽ ഖുർആനിൽ വിശ്വസിക്കുന്നവനാണ്. ഇത് ഖുർആൻ ദൈവമാണ് അവതരിപ്പിച്ചത് എന്നതിനെന്ത് തെളിവാണല്ലോ എന്ന് ചോദിക്കുന്നവൻ ഓനെ പറ്റിയ നിരീശ്വരവാദി എന്ന് പറയാ. അത് നിങ്ങളിങ്ങനെ ബേജാറായിട്ട് കാര്യമില്ല. നിങ്ങളെ സംസാരത്തിൽ നിങ്ങൾ തന്നെ നിങ്ങൾ നിരീശ്വരവാദിയാണെന്ന് തെളിയിക്കുകയാണ്. ബാക്കി ഒന്ന് പറഞ്ഞു തന്നു. അന്നേക്ക് ഇപ്പൊ പറഞ്ഞില്ല, എന്തെങ്കിലും പറയാനുണ്ടോന്ന്? ഇത് അള്ളാഹ് ഇറക്കിയതാണെന്ന് എന്താ തെളിവെന്താ? അള്ളാഹു പറഞ്ഞതാണ്, ഇത് അള്ളാഹു ഇറക്കിയതാണ്. ലാ റൈബ ഫീഹി, അതിൽ യാതൊരു സംശയവും ഇല്ല, ഒരു സംശയവും ഇല്ല. ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, സൂക്ഷ്മതയുള്ളവർക്ക്, ആ പറയുന്നത് കേട്ട ഒരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിവുള്ളവർക്ക് ഒരു സംശയമില്ല ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചതാണെന്നുള്ളത്. കാരണം എന്താ? അള്ളാഹു പറഞ്ഞു, ഇന്നാ നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാം ആണ് ഈ ഖുർആൻ അവതരിപ്പിച്ചത്, നാം തന്നെ ഇത് സൂക്ഷിക്കുകയും ചെയ്യും. ഖുർആന് മറ്റ് ലോകത്തുള്ള ഏത് ഗ്രന്ഥായാലും ഏത് ബുക്കായാലും അതിൻ്റെ അവകാശികൾ സൂക്ഷിക്കണം, എന്നാലേ അത് നിലനിൽക്കും. ഖുർആന്റെ അവകാശികൾ സൂക്ഷിക്കണ്ട, ഓലെ ഏൽപ്പിച്ചിട്ടുമില്ല. ഖുർആൻ സൂക്ഷിക്കാൻ വേണ്ടി മുസ്ലിങ്ങളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല, അതിൽ വിശ്വസിക്കുന്നവരെ ഏൽപ്പിച്ചിട്ടില്ല. ഖുർആന്റെ സൂക്ഷിപ്പ് അള്ളാഹു തന്നെയാണ്. ഇതിലപ്പുറം എന്താ വേണ്ടി? ഇതിലപ്പുറം ഖുർആൻ അവതരിപ്പിച്ചത് അള്ളാഹു ആകുന്നോ എന്നതിന് എന്ത് തെളിവാ വേണ്ടി? അതുകൊണ്ടല്ല 1400 വർഷമായി ഖുർആൻ അവതരിപ്പിച്ചിട്ട്. ഇന്ന് വരെ ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ സംരക്ഷിക്കപ്പെടുന്ന എന്തുകൊണ്ടാണ്? അള്ളാഹു അവതരിപ്പിച്ചുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ പ്രഖ്യാപനമാണ്, ഞാനത് സൂക്ഷിക്കും, നിങ്ങളാരും നോക്കണ്ട, നിങ്ങളായിട്ട് ഏൽപ്പിക്കുന്നില്ല. മനുഷ്യനെ ഏൽപ്പിച്ച എങ്ങനെ ഉണ്ടാവും? മറ്റുള്ള വേദഗ്രന്ഥങ്ങളിൽ കൈകടത്തൽ നടത്തി. ആരാ നടത്തിയത്? അവരവരുടെ അനുയായികളാ. ബൈബിളിൽ കൈകടത്തിയത് മുസ്ലിങ്ങളോ ഹൈന്ദവരോ അല്ല, ക്രിസ്ത്യാനികൾ തന്നെയാണ്. അതുപോലെ വേദഗ്രന്ഥങ്ങളിൽ കൈകടത്തിയത് ഹൈന്ദവരാണ്, ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ അല്ല. എന്നാൽ അതുപോലെ കൈകടത്താൻ ഖുർആനിൽ സാധ്യമല്ല. എന്തുകൊണ്ട്? ഖുർആൻ അവതരിപ്പിച്ച അള്ളാഹുവാണ്. അള്ളാഹു പറഞ്ഞിട്ട് അതിൻ്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. പിന്നെ ബാക്കി അത്രക്കും പരിശുദ്ധമായ ഒരു സാധനത്തിന് അവൻ തന്നെ സൃഷ്ടിച്ച സൃഷ്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറയുന്ന നിങ്ങളെ കൂട്ടുള്ളൊരു വിഡ്ഢി ലോകത്തില്ല. അള്ളാഹു അവതരിപ്പിച്ചിട്ട് അള്ളാഹു പറഞ്ഞത് വലക്കത് യസ്സർനൽ ഖുർആൻ ലിദ്ദിക്രി ഫഅൽ മൻ മുദക്കർ, ഇത് എത്ര എളുപ്പാക്കിക്കുന്ന. ഏതൊരു മനുഷ്യൻ അത് തുറന്നു നോക്കിയാൽ അവന് മനസ്സിലാവും ഇതിൽ അള്ളാഹു എന്താ പറഞ്ഞെന്ന്. ഇല്ല, അത് തുറന്നു നോക്കിയിട്ട് വായിച്ചാലുണ്ടല്ലോ, അത് ഓതിയാൽ ഇത് അള്ളാഹു ആണ് അവതരിപ്പിച്ചതെന്ന് ആ സ്പോട്ടിൽ എനിക്ക് മനസ്സിലാവും.
ഉമർ റളിയല്ലാഹു ഒരൊറ്റ ആയത്ത് കേട്ടിട്ടാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. മോറിസ് ബുക്കായി ഒരൊറ്റ ആയത്ത് കേട്ടിട്ടാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. ഇങ്ങനെ ഒരായത്ത് കേട്ടാൽ മതി, അത് കേൾക്കും പോലെ കേട്ടാൽ പോലെ ഇസ്ലാം മതം സ്വീകരിക്കും. നിങ്ങളും സ്വീകരിക്കാണ്ട് എവിടെയാ പോകുന്നത്? നിങ്ങളൊന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞൊന്ന് ശ്രദ്ധിച്ച് നോക്ക്. ഇപ്പറഞ്ഞ തന്നെ ധാരാളമാണല്ലോ. ഖുർആൻ അവതരിപ്പിച്ചത് അള്ളാഹു ആകുന്നു, അതിൻ്റെ സംരക്ഷണം അള്ളാഹു ആണ് ഏറ്റെടുത്തത്, മറ്റൊരുത്തനെ ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ആർക്കും അതിൽ കൈകടത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് 1400 വർഷമായിട്ട് ഇന്ന് വരെ ആർക്കും കൈകടത്താൻ കഴിയാത്തത്. ഇനി ലോകാവസാനം വരെ അതിൽ ഒരുത്തനും തൊടാൻ കഴിയില്ല. ഇതിലപ്പുറം എന്ത് തെളിവാ ഈ ഭൂലോകത്തിൽ പ്രപഞ്ചത്തിൽ ഖുർആൻ ദൈവമാണ് അവതരിപ്പിച്ചത് എന്നതിന് വേണ്ടത്? ഇതിലും വലിയൊരു തെളിവ് വേണം. എന്നിട്ട് നിങ്ങൾ എന്തേ ഇങ്ങനെ ബുദ്ധിജീവിയാണ് താനെന്ന് അഭിനയിച്ച് നടക്കുകയും ഒരു ബുദ്ധിയും ഇല്ലാത്ത ആളായി പോവുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? അള്ളാഹ് പറഞ്ഞതായിട്ട് ആരാ പറഞ്ഞത് ഇവിടെ? അള്ളാഹ് പറഞ്ഞു, അള്ളാഹ് തന്നെ പറഞ്ഞതാ, വേറെ ഒരുത്തനുമല്ല പറഞ്ഞേ. അള്ളാഹു പറഞ്ഞു, ഇത് അള്ളാഹുവാണ് അവതരിപ്പിച്ചത്, അള്ളാഹു തന്നെ സംരക്ഷിക്കുകയും ചെയ്യും. അള്ളാഹു അല്ല ഖുർആൻ അവതരിപ്പിച്ചതെങ്കിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്കതിൽ കാണാമായിരുന്നു. ഒരു വൈരുദ്ധ്യവും ഖുർആനിൽ ഒരുത്തനും കാണിക്കാൻ കഴിയാത്തത് അള്ളാഹു അവതരിപ്പിച്ചതായതുകൊണ്ടാണ്. മനുഷ്യനെ എഴുതിയതാണെങ്കിൽ എന്തൊക്കെ അബദ്ധങ്ങൾ ഉണ്ടാവും. നിങ്ങൾ കണ്ടില്ല, ഇപ്പോൾ ആധാർ കാർഡ് എത്ര കൃത്യമായി എത്ര സൂക്ഷ്മമായിട്ടാണ് അത് ഉണ്ടാക്കിയിരുന്നത് അല്ലേ? അത് ഉണ്ടാക്കിയ ആൾ തന്നെ അതിപ്പം മാറ്റണം എന്ന് പറയുന്നത്. അതിനിപ്പോൾ ഒരു വിലയും ഇല്ലല്ലോ. ഇതുവരെ ആധാർ കാർഡ് ഇല്ലാതെ ഒന്നും നടക്കില്ലായിരുന്നു. ഇപ്പോൾ അതിനൊരു വിലയില്ല, അത് പുതിയത് വേറെ ഉണ്ടാക്കണം എന്ന്. അതെന്തുകൊണ്ടാ? മനുഷ്യനുണ്ടാക്കിയോണ്ടാ. എന്നാൽ ഖുർആൻ ആധാർ കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താന്ന് അറിഞ്ഞാൽ, അത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, നിങ്ങൾ നോക്ക്, നിങ്ങളുടെ ആധാർ കാർഡ് എന്താണ്? നിങ്ങളെ വിരൽ തുമ്പ് നോക്കൂ. അതാണ് ഖുർആനിലുള്ള ആധാർ കാർഡ്. അതിന്ന് ലോകത്തുള്ള സകല മനുഷ്യർക്കും അറിയാം. സകല മനുഷ്യരും ആ ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ദിവസം ദിവസം കഴിയുന്തോളും അതിൻ്റെ പ്രസക്തി വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. 1400 വർഷം മുമ്പുള്ളതാണ്. വെറും 40 കൊല്ലായിക്കില്ല ആയിക്കോ ആധാർ കാർഡ് ഉണ്ടാക്കിയിട്ട് ഇല്ലല്ലോ. എന്നിട്ട് ഇപ്പം അത് തിരുത്തുകയാണ്, മാറ്റുകയാണ്. എന്നാൽ 1400 വർഷമായി ഖുർആനിലുള്ള ആധാർ കാർഡ് ഇന്ന് ലോകം മുഴുവൻ അംഗീകരിച്ച് എല്ലാ മനുഷ്യരും അത് ഉപയോഗിച്ച് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ആ വിരൽ തുമ്പിൻ്റെ ഒരു അംശം മാത്രമേ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ബാക്കി ആ വിരൽ തുമ്പിൻ്റെ ബാക്കി, ആ ആധാറിൻ്റെ ബാക്കി കണ്ടുപിടിക്കാൻ പോകുന്നേ ഉള്ളൂ. ആ വലിയ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായിരിക്കും. പിന്നെ ബാക്കി എന്തെങ്കിലും അശരീരി മുഴങ്ങിയ എവിടെയെങ്കിലും? ഒരശരീരി മുഴങ്ങണ്ടിയില്ല. ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചതാണ്, അള്ളാഹു പറഞ്ഞു, അതിൻ്റെ തെളിവും പറഞ്ഞു. പിന്നെന്തിനാ ശരീരി? പിന്നെന്തിനാ? ബുദ്ധിയുള്ളവർക്ക് പിന്നെ അശരീരിൻ്റെ ആവശ്യമില്ല. ഇനി മുഴങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ പണ്ട് മുഴങ്ങിയ അശരീരി എന്താ ഇപ്പൊ മുഴങ്ങാത്തത്? പണ്ട് ഒരു വട്ടം മുഴങ്ങിയില്ലേ? അത് തന്നെയല്ലേ നിങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 1400 വർഷങ്ങൾക്കപ്പുറം അശരീരി മുഴങ്ങി അല്ലേ? അതാണ് നിങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ലോകത്തുള്ള മനുഷ്യരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ലോകത്തുള്ള മനുഷ്യർ അംഗീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ 1-ാം സ്ഥാനത്തുള്ള ക്രിസ്ത്യാനികൾ 2-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തുള്ള മുസ്ലിങ്ങൾ 1-ാം സ്ഥാനത്തും എത്തിയത് എന്തുകൊണ്ടാണ്? അത് അംഗീകരിക്കുന്നതുകൊണ്ടാണ്. ഇത് സത്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെടുന്നത് കൊണ്ടാണ് അവരൊക്കെ ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. പിന്നെ അപ്പൊ ഈ നിങ്ങളുടെയൊക്കെ കുറെ ധാരണകളാണ്. ഒരാൾ എന്തെങ്കിലും ചോദിച്ചു ഞാൻ അവനെ നിരീശ്വരവാദിയാക്കണേ? ഒരിക്കലുമില്ല. നിങ്ങൾ നിരീശ്വരവാദിയാണെന്ന് ഈ ഗ്രൂപ്പിൽ എല്ലാവർക്കും മനസ്സിലായി. ഇനി നിങ്ങൾ പറയേണ്ടിയില്ല ഞാൻ നിരീശ്വരവാദിയാണെന്ന്. ഇനി നിങ്ങൾ ഒരിക്കലും പറയേണ്ടിയില്ല. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു നിങ്ങൾ നിരീശ്വരവാദിയാണെന്ന്. ബാക്കി മറ്റേതാക്കലും മറിച്ചതാക്കല് മറ്റോ മറിച്ചോ ഒന്നല്ല, നിങ്ങൾ സ്വയം പറഞ്ഞു നിങ്ങൾ നിരീശ്വരവാദിയാണ്. അപ്പൊ ഞങ്ങൾ അതല്ല എന്ന് പറയണോ? അതിൻ്റെ ആവശ്യമില്ലല്ലോ.
നിങ്ങൾ സ്വയം തെളിയിച്ചു ഞാൻ നിരീശ്വരവാദിയാണെന്ന്. നിങ്ങളെപ്പറ്റി നിങ്ങൾ തെളിയിച്ചു. നിങ്ങൾ തെളിയിച്ച ഒരു കാര്യത്തിന് ഞങ്ങൾ പിന്നെ എന്താ പറയേണ്ടി, അത് ശരിയല്ല എന്ന് പറയാനാ? ഉറപ്പാണ് നിങ്ങൾ നിരീശ്വരവാദിയാണ്, നിങ്ങൾ തെളിയിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ നിരീശ്വരവാദിയാണ്. ഈ പറഞ്ഞതിനൊക്കെ ഉത്തരം കല്ലേരി പറ. ആറോല വായിച്ചിട്ട് പറയരുത്. ഒരു വാറോലും ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ ഖുർആന്റെ ആയത്ത് മാത്രമേ ഓതിയിട്ടുള്ളൂ. ഞാൻ ഖുർആന്റെ ആയത്ത് ഓതി. ഖുർആൻ ദൈവിക ഗ്രന്ഥമാണ്, ഞാൻ തെളിയിച്ചു. നിങ്ങൾ നിരീശ്വരവാദിയാണെന്ന് നിങ്ങളും തെളിയിച്ചു. ഞാൻ തെളിയിച്ചെന്താണ്? ഖുർആൻ ദൈവിക ഗ്രന്ഥമാണ്, അത് വിശ്വസിക്കുന്ന എന്നെ പോലുള്ളവർ മുസ്ലിങ്ങളാണ്. നിങ്ങൾ തെളിയിച്ചു നിങ്ങൾ നിരീശ്വരവാദിയാണ്, കാരണം ഖുർആൻ ദൈവിക ഗ്രന്ഥമല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ നിരീശ്വരവാദിയാണെന്ന് നിങ്ങളും തെളിയിച്ചു, ഞാൻ മുസ്ലിമാണ് എന്ന് ഞാനും തെളിയിച്ചു. ഇനി എന്താ വേണ്ടി? കാരണം ഈ വാറോലൊക്കെ തന്നെ 10,000 ആൾക്കാര് സകല സംഘടനയായിട്ടും അവനവന്റെ ഇഷ്ടത്തിന് എഴുതിയിട്ടുണ്ട്. ഒരുത്തൻ എഴുതിയോ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിച്ച് ഇന്നോൻ എഴുതിക്ക് എന്ന് പറഞ്ഞിട്ട ഒരാളുടെ ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് പോലും ഇപ്പൊ പറഞ്ഞിട്ടില്ലല്ലോ. അള്ളാഹു പറഞ്ഞ് മാത്രമേ നിങ്ങൾ കേൾപ്പിച്ചിട്ടുള്ളൂ. അതിൽ മറ്റവനെഴുതി ഇവനെഴുതി എന്നൊക്കെ അതൊക്കെ നിങ്ങൾ കേട്ടി പറയും. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനിട്ട് പറയില്ല. ഞാൻ അള്ളാഹു പറഞ്ഞത് നിങ്ങൾ കേൾപ്പിച്ചു. നിങ്ങൾക്ക് ഇതൊരവസരമാണ്, ഇപ്പൊ ഒരവസരമാണ് സ്വർഗത്തിലെത്താൻ. നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന താങ്കൾക്ക് സ്വർഗത്തിന്റെ ഉന്നത പദവിയിലെത്താനുള്ള ഒരു അവസരം കൂടിയാണ് ഇത് എന്ന് താങ്കൾ ഓർമ്മിക്കുക.